Hello dear students, our next topic is biosynthetic phase or a dark reaction. So let's start. Okay, then move on to our topic, biosynthetic phase or called a dark reaction. Dark reaction. Okay, and this biosynthetic phase or dark reaction also called C3 cycle. C3 cycle nu parayunu, and one more name, Calvin cycle. Calvin cycle. Clear? Then see the characters. We know it is the second phase of photosynthesis. First phase light reaction aanu nammal padichu kazhinju. It is the second phase of light reaction, and we know it occurs in where? Evada vechana nadakkunnathu? The site of dark reaction is the stroma of the chloroplast. Chloroplast inde stroma ilana, and here in this process carbon dioxide reduced to carbohydrate or glucose form. Carbon dioxide, atmospheric carbon dioxide is reduced to carbohydrate. So this is also called a carbon dioxide assimilation. And to explain this biosynthetic phase, there is a cyclic structure, and this cyclic structure is called C3 cycle. How the CO2 reduced and form carbohydrate in dark reaction. Okay, and this cycle is called what? C3 cycle. And the name C3 cycle. അപ്പോൾ ആ ഒരു C3 cycle എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. സോ ദ നെയിം C3 cycle. ഓക്കെ, ആൻഡ് ദ സൈക്കിൾ ഇസ് എക്സ്പ്ലെയിൻഡ് ബൈ എൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് കോൾഡ് മെൽവിൻ കാൽവിൻ. സോ ദ നെയിം കാൽവിൻ സൈക്കിൾ. Okay, first product 3 carbon compound ayathu karanam it is called C3 cycle, and it is explained by the scientist Melvin Calvin, so the name Calvin cycle. Okay, then it is also called a dark reaction. അല്ലെ, എന്തുകൊണ്ടാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ്. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് ഈസ്, ഇത് നടക്കാൻ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈ സെക്കൻഡ് ഫേസ് നടക്കും. ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ്. ലൈറ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയത് കാരണം ഇറ്റ് ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയാൻ കാരണം ലൈറ്റ് അവിടെ മസ്റ്റാണ്. അപ്പോൾ ഡാർക്ക് എന്ന് പറയുമ്പോൾ ഡാർക്കിലേ നടക്കുള്ളൂ എന്ന മീനിങ് അല്ല, ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സെക്കൻഡ് സ്റ്റെപ്പ് നടക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദിസ് ഫേസ് ഡസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. Light reaction products are ATP and NADPH. Okay, so the light reaction product ആയിട്ടുള്ള ATP, NADPH ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വെച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നു, എന്നിട്ടാണ് ഈ സിന്തസിസ് നടക്കുന്നത്. ആൻഡ് ബിസൈഡ് ദിസ് ATP and NADPH, this cycle need CO2 and water. ഓക്കെ, അപ്പോൾ CO2 വാട്ടറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നടക്കുക. ദെൻ ഈ സൈക്കിളിലോട്ട് പോവാം. സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് കാർബോക്സിലേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സിലേഷൻ. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റിഡക്ഷൻ, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റീജനറേഷൻ. Okay, it is a very important question, C3 cycle or Calvin cycle or dark reaction. Okay, so these are the important steps of the C3 cycle. First carboxylation, then reduction and regeneration. Okay, then see what is first step, carboxylation. See the cycle, this is called a C3 cycle. Okay, C3 cycle. Then this cycle start from here. റിബുലോസ് 1,5-bisphosphate. ഈ ഡയഗ്രാം ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് വരച്ച് പഠിക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഡയഗ്രാം കൃത്യമായിട്ട് പഠിക്കുക. റിബുലോസ് 1,5-bisphosphate ആണ് ഫസ്റ്റ് CO2 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ആൾ. അറ്റ്മോസ്ഫെറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, അല്ലേ, അതിൽ അറ്റ്മോസ്ഫെറിക് CO2 bind with the ribulose 1,5-bisphosphate, and its short form is RUBP. Okay, RUBP എന്ന് പറയാറുണ്ട്. റിബുലോസ് 1,5-bisphosphate പ്ലസ് CO2 രണ്ടാളും കൂടെ ചേരുമ്പം എന്താ ഫോം ചെയ്യുന്നത്? ആക്ച്വലി എ 6 കാർബൺ കോമ്പൗണ്ട് ഇസ് ഫോംഡ്. ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക. ബട്ട് ദാറ്റ് 6 കാർബൺ കോമ്പൗണ്ട് ഇസ് അൺസ്റ്റേബിൾ, സോ ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 2-3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ആ 3 കാർബൺ കോമ്പൗണ്ട് ആണ് 3-phosphoglycerate എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദിസ് 3 represent the number of carbon atom. ഓക്കെ, അതിൽ 3 കാർബൺ ആറ്റത്തിൻ്റെ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു.
അതുപോലെയുള്ള എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്? 2 എണ്ണം ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചില്ലെങ്കിലും ടെക്സ്റ്റിൽ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ 2 molecules of 3 carbon compound ആണ് ഉണ്ടാവുന്നത്. And the 3 carbon compound is 3-phosphoglycerate, or it is otherwise called 3-phosphoglyceric acid. Okay, this phosphoglyceric acid, it's a short as PGA. അങ്ങനെയുള്ള 2 എണ്ണം ഫോം ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് എ 3 carbon compound. And this is the first product in C3 cycle. That's why the name C3 cycle എന്ന് പേര് വരാനുള്ള കാരണം, C3 ആ പേര് വരാനുള്ള കാരണമാണ്. Okay, and this first step is called carboxylation. So ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Clear? Carboxylation. Then what is carboxylation? RuBP or ribulose 1,5-bisphosphate react with or bind with CO2 and form a 3 carbon compound called 3-phosphoglyceric acid, and that step is called carboxylation. And performing this step an enzyme is necessary. That enzyme is called ribulose 1,5-carboxylase oxygenase. അതാണ് എൻസൈമിൻ്റെ പേര്. അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയുന്ന പേര് പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് എൻസൈം, ദാറ്റ് ഈസ് റുബിസ്കോ. Okay, Rubisco. എൻസൈമിൻ്റെ പേരാണ് റുബിസ്കോ. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബൻഡൻറ്റ് എൻസൈം ഇൻ നാച്ചുറൽ ഏറ്റവും കൂടുതലുള്ള എൻസൈമാണിത്. റുബിസ്കോ ഓർ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും ഓക്സിജനായിട്ടും ഒക്കെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു പേര് വരാൻ റീസൺ. അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ റുബിസ്കോ എന്ന് ഓർത്ത് വെക്കാം, എൻസൈം. ദെൻ ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. ദിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, അതിനെന്താ സംഭവിക്കുന്നത്? റിഡക്ഷൻ നടക്കുകയാണ് അല്ലേ. അതിൽ റിഡക്ഷൻ നടന്നു കഴിഞ്ഞ് സീരീസ് ഓഫ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമിലായി മാറുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഫർദർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച് ഓർ ദാറ്റ് ഈസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സുക്രോസ് ഫോമിലായി മാറുന്നു. സ്റ്റോർ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? സ്റ്റാർച്ചിൻ്റെ ഫോമിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റ് എന്താ കിട്ടേണ്ടത്? ഗ്ലൂക്കോസ് ഓർ ഇൻ ദ ഫോം ഓഫ് സൂക്രോസ് അല്ലെ. ഗ്ലൂക്കോസ് ആയി പിന്നെ സൂക്രോസ് ആയി സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാർച്ചായി മാറുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിയും. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു സിമ്പിൾ സ്റ്റെപ്പ് അല്ല, സീരീസ് ഓഫ് സ്റ്റെപ്പാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നു. ദെൻ ഫസ്റ്റ് ട്രയോസ് ഫോസ്ഫേറ്റ്, ദെൻ ടു സൂക്രോസ് ആൻഡ് ഇറ്റ് സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആക്ച്വലി റിയാക്ഷൻ കഴിഞ്ഞു അല്ലേ. ആൻഡ് ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കോൾഡ് വാട്ട്? റിഡക്ഷൻ. ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഫോർ പെർഫോമിംഗ് ദിസ് സെക്കൻഡ് സ്റ്റെപ്പ് നീഡ് ATP and NADPH. ATP NADPH എവിടെ നിന്ന് കിട്ടിയതാണ്? ഓൾറെഡി ലൈറ്റ് റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ്. ATP NADPHനെ ഈ ഒരു സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 1 CO2 റെഡ്യൂസ് ചെയ്ത് സൂക്രോസ് ആക്കി മാറ്റാൻ 2 ATP 2 ATPനെയും 2 NADPHനെയും വേണം. ഇപ്പോൾ ടെക്സ്റ്റിൽ ATP + NADPH എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി 2 ATP and 2 NADPH ആർ നെസസറി. ഓക്കെ, അപ്പോൾ ATP ഏറോ മാർക്കിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ADP എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ NADPH ഏറോ മാർക്കിന് ഈ ഭാഗത്തായിട്ട് NADP. അതിൻ്റെ മീനിങ് എന്താണ്? യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ATP യൂസ് ചെയ്താൽ ADP ആയിട്ട് കുറയും അല്ലേ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് കുറയാന്ന് വെച്ചാൽ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് അർത്ഥം. ദെൻ ഗോ ടു നെക്സ്റ്റ്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ RuBP എന്ന് പറയുന്ന ആൾ CO2ൻ്റെ കൂടെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ വരെ എത്തി ഈ രൂപത്തിലായിട്ട് മാറുന്നുണ്ട്. ഇനി അയാളെ റോള് കഴിഞ്ഞു, സൂക്രോസിന് ഉണ്ടാക്കി കൊടുത്തു. ഇനി അയാൾ തിരിച്ചു പോവാണ്. എന്തായിട്ട് തന്നെ? RuBP ആയിട്ട് തന്നെ തിരിച്ചു പോവാണ്. ദാറ്റ് ഈസ് ദിസ് ട്രയോസ് ഫോസ്ഫേറ്റ് ആ ഫോമിൽ നിന്ന് പിന്നെ എന്തായിട്ട് മാറുന്നു? റീജനറേറ്റ് ചെയ്യാണ് അല്ലേ. റീജനറേറ്റ് ചെയ്യാണ്. RuBP റീജനറേഷൻ നടക്കുകയാണ്. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റീജനറേഷൻ. തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ തിരിച്ച് അതേ രൂപത്തിലായിട്ട് മാറുന്ന സ്റ്റെപ്പാണ് റീജനറേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നടക്കാനും എന്താണ് ATP ADP എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെയും ഒരു ATP തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ATP ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ 2 ATP യൂസ് ചെയ്തു. ക്ലിയർ? ദെൻ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. 1 CO2 ഒരു CO2 അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സൂക്രോസോ ഗ്ലൂക്കോസോ കിട്ടില്ല. കാരണം അതിൻ്റെ ഫോമിൽ എന്താണ്? ഗ്ലൂക്കോസ് നമ്മൾ എഴുതി എങ്ങനെയാണ്? ദാറ്റ് C6H12O6 ഇങ്ങനെയല്ലേ. C6 ആണ്, 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഒരു CO2ൽ നിന്ന് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ C6 ആയിട്ട് കിട്ടൂല. അപ്പം എത്ര CO2 വേണ്ടി വരും? 6 CO2
ചേരുമ്പം വെച്ചാൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെ വന്നാൽ മാത്രമേ നമുക്ക് സൂക്രോസ് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം വന്നാലും നിൽക്കില്ല. ഈ ഒരു സൈക്കിൾ ആക്ച്വലി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? 6 ടൈംസ്. 6 പ്രാവശ്യം 6 CO2 ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഒരു സൂക്രോസിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു CO2നെ നമുക്ക് ഡയഗ്രത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഗ്ലൂക്കോസ് റിലീസ് ചെയ്യണമെങ്കിൽ ഈ സൈക്കിൾ 6 പ്രാവശ്യം നടക്കണം. എന്തുകൊണ്ടാണ് 6 പ്രാവശ്യം പറയാൻ കാരണം? C6 ആണ്, ഗ്ലൂക്കോസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം അല്ല, 6 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ ഫിക്സേഷൻ ഓഫ് 6 molecules ഓഫ് CO2 and 6 turns of the cycle are required for the removal of 1 molecule of glucose. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഈ സൈക്കിൾ 6 പ്രാവശ്യം നടന്നാലേ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഗ്ലൂക്കോസ്, ചിലപ്പോൾ സൂക്രോസ് എന്നൊക്കെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഫസ്റ്റ് പ്രോഡക്റ്റ് എപ്പോഴും ഗ്ലൂക്കോസ് ആയിരിക്കും. ഗ്ലൂക്കോസ് ഇസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ, സോ ഇറ്റ് ഇസ് സഡൻലി കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോം കോൾഡ് സൂക്രോസ്. സൂക്രോസ് എന്ന് പറയുന്ന ഫോമിലായിട്ടാണ് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് സ്റ്റാർച്ച് എന്ന് പറയുന്ന രൂപത്തിലായി മാറുന്നു. അതുകൊണ്ടാണ് എല്ലാ ടേമും ഇങ്ങനെ മാറി വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഒരു CO2 ഫിക്സേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, 1 CO2 ഫിക്സേഷൻ. അപ്പം 1 സൈക്കിൾ, ഒരു സൈക്കിൾ നടക്കാൻ വേണ്ടി, ആക്ച്വലി ഒരു സൈക്കിൾ ഒറ്റ പ്രാവശ്യം ഈ ഒരു സൈക്കിൾ നടക്കാൻ വേണ്ടി എത്ര ATP, എത്ര NADPH വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര ATP ആണ്? ഹിയർ യു ക്യാൻ സീ 2 ATP ഹിയർ ആൻഡ് 1 ATP ഹിയർ. സോ ടോട്ടൽ 3 ATP. Okay, 2 plus 1, 3 ATP. Then how many NADPH? Here you can see 2 NADPH. So 2 NADPH. ഇവിടെ NADPH ഇല്ല. അപ്പോൾ ഒരു സൈക്കിൾ നടക്കാൻ 3 ATP വേണം, 2 NADPH വേണം. ഒരു സൈക്കിൾ നടന്നാൽ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുമോ? നോ. എത്ര പ്രാവശ്യം നടക്കണം? 6 സൈക്കിൾ അല്ലേ? 6 പ്രാവശ്യം ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. For 1 cycle we need 3 ATP. For performing, that is 6 cycle, 3 ATP into 6 എന്ന് വരും. Okay, that is total 18 ATP. Clear? And for 6 cycle, the number of NADPH. For 1 cycle we need 2 NADPH, and for 6 cycle, that is into 6, that is 12 NADPH. Clear? Our next heading, that is C4 cycle. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ C3 cycle, it is C4 cycle. പുതിയതാണ് C4 cycle. C4 cycle, or it is also called a Hatch and Slack pathway. Hatch and Slack pathway. That is, the C4 cycle is first explained by 2 Australian scientists called Hatch and Slack. So this pathway also called Hatch and Slack pathway. Okay, and actually it is a cycle for the CO2 fixation, carbon dioxide fixation in C4 plants. എന്താണ് C4 plants or C3 plants എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ C3 സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സിന്റെ പേരാണ് C3 plants. C4 സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് C4 plants. ഓക്കെ, C3യിൽ നിന്ന് C4-നുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നോർമൽ പ്ലാന്റ്സ് C3 പ്ലാന്റ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ C4 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. C4 പ്ലാന്റ്സ് മീൻസ് ദേ ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും കുറേയൊക്കെ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. And they have high response to light intensity. Okay, light intensity കൂടി കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. ദാറ്റ് ഈസ് ഹൈ റെസ്പോൺസ് ടു ലൈറ്റ് ഇൻറ്റൻസിറ്റീസ്. ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ആബ്സെൻറ്റ് ഇൻ C4 പ്ലാന്റ്സ്. ഇത് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നോർമലി നടക്കുന്ന ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു വേസ്റ്റ്ഫുൾ ആയിട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് പ്രോഡക്റ്റ് ഒന്നും ഇല്ലാത്തൊരു പ്രോസസ്സ്. നമ്മൾ നെക്സ്റ്റ് അത് പഠിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് C4-ൽ ആബ്സെൻ്റ് ആണ്. ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെൻറ്റ് ഇൻ C4 പ്ലാന്റ്സ്, ബട്ട് എവിടെ പ്രസൻ്റ് ആണ്? C3-ൽ. ആൻഡ് ദിസ് C4 പ്ലാന്റ്സ് ഹാവ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ബയോമാസ്. എന്നുവെച്ചാൽ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി, ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റിൻ്റെ അളവ് C4 പ്ലാന്റ്സിൽ കൂടുതലായിരിക്കും. ആൻഡ് ദ C4 പ്ലാന്റ്സ് ഹാവ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി, ആൻഡ് ദാറ്റ് ലീഫ് അനാട്ടമി ഈസ് കോൾഡ് ക്രാൻസ് അനാട്ടമി. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം. റിമെമ്പർ, ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞാൽ ദ ക്രാൻസ് മീനിങ് ഈസ് റീത്ത്. റീത്ത് എന്നാണ് മീനിങ്. റീത്ത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പം ആ റീത്തിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തതുപോലെ ഇവിടെ ഇതിൻ്റെ സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അനാട്ടമിയാണ് ക്രാൻസ് അനാട്ടമി.
ആൻഡ് ദിസ് ക്രാൻസ് അനാട്ടമിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് സെൽസ് ആണ് എന്ത്? മീസോഫിൽ സെൽസ് ആൻഡ് ബണ്ടിൽ ഷീത്ത് സെൽസ്. മീസോഫിൽ നമുക്കറിയാം, പ്ലാന്റ് അനാട്ടമി, ലീഫ് അനാട്ടമി പഠിക്കുമ്പോൾ മീസോഫിൽ അറിയാം. അതുകൂടാതെ വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റും കാണുന്ന സെൽസ് ഉണ്ട്, ദാറ്റ് ഇസ് ബണ്ടിൽ ഷീത്ത് സെൽസ്. ഇൻ C3 പ്ലാന്റ്സ് ഏർലിയറിൽ പഠിച്ച ഇതിൽ എന്താണ് C3 സൈക്കിൾ നടക്കുന്നത് മീസോഫിൽസിൽ മാത്രമാണ്. ബട്ട് C4 സൈക്കിൾ നടക്കാൻ വേണ്ടിയിട്ട് മീസോഫിൽ സെൽസും ആവശ്യമാണ്, ബണ്ടിൽ ഷീത്ത് സെൽസും ആവശ്യമാണ്. ഓക്കെ, സോ ബോത്ത് മീസോഫിൽ ആൻഡ് ബണ്ടിൽ ഷീത്ത് സെൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ C4 സൈക്കിൾ. ഓക്കെ, ഡിഫറൻസ് നിങ്ങൾക്കൊരു ടെക്സ്റ്റിൽ ഒരു കോളം കാണാം, C3 C4 ഡിഫറൻസ്. അപ്പോൾ അതിൽ പറയുന്നതാണ് C3 സൈക്കിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഒക്കെ ഇൻ മീസോഫിൽ സെൽസ്. ബട്ട് ഇൻ കേസ് ഓഫ് C4 പ്ലാന്റ്സ് ബോത്ത് മീസോഫിൽ ആൻഡ് ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ മീസോഫിൽ സെൽസിന് നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഹാവ് ബോത്ത് ദ ഗ്രാന ആൻഡ് സ്ട്രോമ. ബണ്ടിൽ ഷീത്ത് സെൽസ് ഓൾസോ കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ബട്ട് എ ഡിഫറൻസ് ഇസ് ദാറ്റ് ഗ്രാന ഈസ് ആബ്സെൻറ്റ്. ഗ്രാന ഇല്ലാത്ത സ്പെഷ്യൽ ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റ് ആണ് എവിടെ കാണാം? ബണ്ടിൽ ഷീത്ത് സെൽസിൽ കാണുന്നത്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ഫോർ C4 പ്ലാന്റ്സ്. ഇങ്ങനെയുള്ള C4 പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി കോമൺ എക്സാമ്പിൾ ഇസ് അവർ ഷുഗർ കെയിൻ. ഓക്കെ, ഷുഗർ കെയിൻ നിങ്ങൾക്ക് അറിയാം പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് അല്ലേ, ആൻഡ് ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ, ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഓക്കെ, സോ ഷുഗർ കെയിൻ ഈസ് എ കോമൺ എക്സാമ്പിൾ. ആൻഡ് മെയ്സ്, ദെൻ സോഗം എന്ന് പറയുന്ന പ്ലാന്റ്, അമരാന്തസ് ഒക്കെ എന്താണെന്ന് അറിയാം, ചീര. അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? C4 പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ദെൻ ഈ C4 പ്ലാന്റ്സിൽ നടക്കുന്ന സൈക്കിൾ ഫോമാണ് എന്ത്? C4 സൈക്കിൾ. അതെന്തിനു വേണ്ടി നടക്കുന്നതാണ്? ഫോർ CO2 അസിമിലേഷൻ, ദാറ്റ് ഇസ് ഫോട്ടോസിന്തസിസിൻ്റെ സെക്കൻഡ് ഫേസ് ഒക്കെ കാണിക്കാനുള്ള സൈക്കിൾ തന്നെയാണിത്. C3 പോലെ C4. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കാം. Then see this diagram. This is C4 cycle or Hatch and Slack pathway. And in this C4 cycle, 2 cells are participating, that is mesophyll cells, mesophyll and പിന്നെ ഏതാണ്? ബണ്ടിൽ ഷീത്ത്. So the first this part represent mesophyll cell and lower part represent bundle sheath cell. Okay, അപ്പോൾ 2 സെല്ലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഇസ് അറ്റ്മോസ്ഫിയറിക് CO2 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇറ്റ് ബൈൻഡ് വിത്ത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, ഇതായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് CO2 acceptor in C4 acid is phosphoenol pyruvate and its short form is PEP. Okay, phosphoenol pyruvate or phosphoenol pyruvic acid എങ്ങനെ വേണമെങ്കിലും പറയാം. And this PEP is a 3 carbon compound. 3 carbon ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. And this bind with the atmospheric CO2 in presence of bicarbonate ions. Okay, bicarbonate ന്റെ പ്രസൻസിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. And we know CO2 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 1 carbon and here it is 3 carbon compound. Okay, then this 3 plus 1 and we will get the product. It will be a 4 carbon compound. അല്ലേ, ഒരു 4 carbon compoundനെയാണ് നമുക്ക് കിട്ടുന്നത്. And it is a C4 acid. 4 carbon ഉള്ളൊരു ആസിഡ് ആണ്. And actually this acid is oxaloacetic acid. OAA ആണ് its short form. Oxaloacetic acid. Okay. And this first step is called fixation. First step ആണ് fixation. Here just എഴുതിയിട്ടുണ്ട്. First step fixation means atmospheric CO2 bind with phosphoenol pyruvate and form a C4 acid, and that acid is oxaloacetic acid. And this step is called fixation, and the enzyme which participating in this first step is PEP carboxylase. എൻസൈമിൻ്റെ പേരാണ് എന്ത്? PEP carboxylase. ഓർ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാം PEP case എന്ന് നമ്മൾ പറയാറുണ്ട്, CASE case, PEP case or PEP carboxylase. ആ എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് കിട്ടി എന്താണ്? ഓക്സാലോഅസെറ്റിക് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് എ 4 carbon compound. And next step, this 4 carbon compound is converted into another acid. ഈ C4 ആസിഡ് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആക്ച്വലി മറ്റൊരു ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് മാലിക് ആസിഡ് എന്നാണ്.
മാലിക് ആസിഡ് എന്ന് പറയുന്ന ഫോമിലോട്ട് ഇത് മാറും എന്ന് പറഞ്ഞാൽ ഇയാൾ മാലിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ദിസ് മാലിക് ആസിഡ് ഇസ് ട്രാൻസ്പോർട്ട് ടു, മാലിക് ആസിഡായി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യാണ് ത്രൂ ദിസ് പ്ലാസ്മോഡെസ്മാറ്റ കണക്ഷൻ ടു ദിസ് ബണ്ടിൽ ഷീത്ത് സെൽ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് അപ്പോൾ എന്ത് ചെയ്തു, ഈ മാലിക് ആസിഡ് ബണ്ടിൽ ഷീത്തിലെത്തി. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്, ഈ C4 ആസിഡിൻ്റെ പേര് ശരിക്കും എന്ത് കൊടുത്തുവിടാം, മാലിക് ആസിഡ്. മാലിക് ആസിഡ് ഓർ അസ്പാർട്ടിക് ആസിഡ് ഈ ഫോമിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആര്, ഫസ്റ്റ് ഓക്സാലോ അസെറ്റിക് ആസിഡ്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇയാൾ ഇവിടെ എത്തി. ക്ലിയർ? സോ ഹിയർ യു ക്യാൻ സീ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് തന്നെയാണ് നമ്മൾ പേര് കൊടുക്കുക. എങ്ങോട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, മാലിക് ആസിഡ് വിച്ച് ഇസ് ഫോംഡ് ഇൻ ദിസ് മീസോഫിൽ സെൽ ട്രാൻസ്പോർട്ട് ടു ബണ്ടിൽ ഷീത്ത് സെൽ. ഓക്കെ. Then next step is decarboxylation. Carboxylation meaning is addition with carbon dioxide. Decarboxylation means what? Removal of carbon dioxide. It's opposite. Carbon dioxide നഷ്ടപ്പെടുന്ന പ്രോസസ് ആണ് decarboxylation. സോ അങ്ങനെ ഇവിടെ ഒരു സ്റ്റെപ്പ് നടക്കാണ് ഡീകാർബോക്സിലേഷൻ. സോ വി നോ ഹിയർ ഇറ്റ് ഇസ് ഇൻ 4 കാർബൺ സ്റ്റേറ്റ്. മാലിക് ആസിഡ് ആണ് 4 കാർബൺ സ്റ്റേറ്റിലാണുള്ളത്. അതിൽ നിന്നൊരു CO2 പോവാണ്, ഒരു CO2 നഷ്ടപ്പെടുകയാണ്. അപ്പോൾ 4 കാർബൺ ഒരു കാർബൺ പോയി കഴിഞ്ഞാൽ എന്തായി മാറും, എഗെയിൻ അവരൊരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറും. സോ ഇത് CO2 പോയി കഴിഞ്ഞാൽ എന്തായി മാറുന്നു, C3 ഫോമിലായി മാറുന്നു, C3 ആസിഡായിട്ട് മാറും. C4 ആസിഡ് ഒരു CO2 നഷ്ടപ്പെട്ടാൽ C3 ആസിഡായിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ശരിക്കും ഇത് പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന ഫോമാണിത്, പൈറൂവിക് ആസിഡ് ആണ്. ടെക്സ്റ്റിൽ ആസിഡ് ഏതാണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചെടുത്താൽ മതി, പറയുന്നത് മാത്രം ഓർത്ത് വെക്കുക. ദെൻ C3 ആസിഡ് ഫോമിലായി മാറുന്നു. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു CO2 പുറത്തോട്ട് പോയി. അപ്പോൾ ഇത് എവിടെയുള്ളത്, ബണ്ടിൽ ഷീത്തിലാണ്. അപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ എപ്പോഴും നടക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യവും ഓരോ CO2 ഇങ്ങനെ റിലീസ് ചെയ്ത് കിട്ടും. സോ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഓൾവേസ് ഹൈ ഇൻസൈഡ് ദിസ് ബണ്ടിൽ ഷീത്ത് സെൽ because of this process called decarboxylation. Okay, then ഇവിടെ സ്റ്റെപ്പ് വായിച്ചു നോക്കുക. decarboxylation, CO2 releases and C4 acid becomes C3 acid. Okay, it's correct. Bundle sheath cell, thus in bundle sheath cell carbon dioxide concentration is always high. ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. and the reason is the process decarboxylation. ഓക്കെ. ആൻഡ് ഈ CO2 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ CO2 വെറുതെ നിൽക്കുകയല്ല, നമുക്ക് നാച്ചുറൽ എന്തുണ്ട്, പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് നാച്ചുറൽ എന്നുള്ള എൻസൈം കയറിയിട്ടുണ്ടാകും. ദാറ്റ് ഈസ് റുബിസ്കോ പറയുന്ന എൻസൈം. ഇറ്റ് ഈസ് അബണ്ടൻറ്റ് ഇൻ നാച്ചുർ അല്ലേ. റുബിസ്കോ എവിടെ ഉണ്ടെങ്കിലും CO2 കണ്ടു കഴിഞ്ഞാൽ അതിനോട് അഫിനിറ്റി കൂടുതലാണ്. അപ്പോൾ CO2 എന്ത് ചെയ്യുന്നു, ദിസ് റുബിസ്കോ എൻസൈം വന്ന് ഈ CO2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സൈക്കിൾ കൂടെ നടക്കാൻ തുടങ്ങും. ആ സൈക്കിളിൻ്റെ പേരാണെന്ത്, C3 സൈക്കിൾ അല്ലേ. CO2 ഫ്രീ ആയിട്ട് കാണുമ്പോൾ റുബിസ്കോയും കൂടെ ചേർന്ന് C3 സൈക്കിളിൽ നടത്തി ആ രീതിയിലും ഗ്ലൂക്കോസിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ബണ്ടിൽ ഷീത്ത് സെല്ലിനുള്ളിൽ ഒരു C3 സൈക്കിൾ കൂടെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. C4 സൈക്കിളിനുള്ളിൽ ഒരു C3 സൈക്കിൾ. ഓക്കെ, കൺസെപ്റ്റ് കിട്ടിയല്ലോ. ദെൻ ഇനി ഇവിടെ നോക്കുക, ഈ ആസിഡ് എന്താ സംഭവിക്കുക, ദിസ് C3 ആസിഡ് ട്രാൻസ്പോർട്ട് ബാക്ക് ടു ദിസ് മീസോഫിൽ സെൽസ്. അതാണ് ഈ ഡയഗ്രാം ഏരോ മാർക്ക് ഇങ്ങോട്ട്. അപ്പോൾ നെക്സ്റ്റ് 4th സ്റ്റെപ്പ് നോക്കാം. C3 ആസിഡ് ട്രാൻസ്പോർട്ട് ടു വെയർ, മീസോഫിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ C3 ആസിഡ് ഇവിടെ എത്തി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, C3 ആസിഡ് പഴയതുപോലത്തെ ഫോമിലായി മാറാണ്. അഗെയിൻ കൺവേർട്ട് ബാക്ക് ടു ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ഓർ PEP എന്ന് പറയുന്ന ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദിസ് എൻറ്റയർ പ്രോസസ് ഇസ് കോൾഡ് C4 സൈക്കിൾ. ക്ലിയർ? അപ്പോൾ സ്റ്റെപ്പ് വെച്ച് പഠിക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാം വരച്ച് പഠിച്ചാൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇതേപോലെ ഹെഡിങ് കൊടുക്കുക, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ? Then our next heading, that is photorespiration, and this photorespiration is otherwise called the C2 cycle. Okay, അപ്പോൾ C3 സൈക്കിൾ പഠിച്ചു, C4 സൈക്കിൾ പഠിച്ചു, ഇപ്പോൾ ഇതാ പഠിക്കാൻ പോകുന്നു C2 സൈക്കിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് 3 എണ്ണേ ഉള്ളൂ, ഇനി കൂടുതലില്ല. ഫോട്ടോ റെസ്പിറേഷൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ്. ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെൻറ്റ് ഇൻ C4 plants and it is present in C3 plants, and photorespiration is considered as a wasteful process in plants അല്ലേ. അപ്പോൾ അത് C4 ഇല്ലാതിരിക്കാനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ്, CO2 കോൺസെൻട്രേഷൻ ബണ്ടിൽ ഷീറ്റിൽ കൂടാനുള്ളൊരു സ്പെഷ്യൽ മെക്കാനിസം ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ. ദെൻ എന്താ കാര്യം എന്നുള്ളത് നോക്കാം.
Photorespiration means it is a process of uptake of oxygen and production of CO2 in presence of light. അപ്പോൾ തന്നെ അറിയാം നമുക്ക് ഓക്സിജൻ ഉപയോഗിച്ച് പുറത്തോട്ട് CO2 ആണ് വിടുന്നത് ലൈറ്റിൻ്റെ പ്രസൻസിൽ. ഒരാവശ്യമില്ലാത്ത പ്രോസസ്സ് തന്നെയാണ്. And the site of this photorespiration is peroxisome. Peroxisome means what? It is a membrane-bound cell organelle found in eukaryotes. We commonly called it as microbodies. Microbody എന്ന് പറയുന്ന കാര്യം തന്നെയാണ് peroxisome. And this photorespiration is common in C3 plants and absent in C4 plants, and now we know the reason why it is absent in C4 plants. That is, this C4 plants have a special type of mechanism in bundle sheath cell to increase the amount of CO2. അല്ലേ, എന്താണ് decarboxylation നടക്കുന്നതാണ് പഠിച്ചു കഴിഞ്ഞു. The next, in this process neither the synthesis of ATP nor glucose or sugar occur. അപ്പോൾ ATP synthesis or glucose synthesis ഒന്നും നടക്കാത്ത ഒരു പ്രോസസ്സാണ് photorespiration. And release of CO2 by using ATP. ഉള്ള ATPനെ യൂസ് ചെയ്ത് എന്താ ചെയ്യുന്നത്? CO2നെയാണ് പുറത്തോട്ട് വിടുന്നത്. Then നമുക്ക് നോക്കാം Rubisco. We know it is an enzyme, important enzyme in photosynthesis. Rubisco can bind with both the CO2 and O2. That's why the name ribulose biphosphate carboxylase oxygenase. Okay, it can bind with both CO2 and O2. O2 ആയിട്ടും CO2 ആയിട്ടും ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ആണ് എന്ത്? Rubisco. But this Rubisco have greater affinity for CO2. CO2 നോടാണ് കൂടുതലായിട്ട് അഫിനിറ്റി, ബൈൻഡ് ചെയ്യാൻ കൂടുതൽ അഫിനിറ്റി കാണിക്കുന്നത് CO2 നോടാണ്. ആൻഡ് പക്ഷേ അത് ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണ് അവിടെ കൂടുതലുള്ളതെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി CO2 ഓർ O2, Rubisco can bind with both CO2 and O2. അല്ലേ, അപ്പോൾ O2 ആണ് കോൺസെൻട്രേഷൻ കൂടുതലെങ്കിൽ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, CO2 ആണെങ്കിൽ CO2 ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അഫിനിറ്റി കൂടുതൽ CO2 നോടാണ്, ബട്ട് കോൺസെൻട്രേഷൻ ഓഫ് O2 ആണ് അവിടെ കൂടുതലുള്ളതെങ്കിൽ അതായിട്ട് എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്യും. ആൻഡ് C3 cycle means already we discussed RUBP combine with the atmospheric CO2 and form a 3 carbon compound. അല്ലേ, അതാണ് നോർമലി നടക്കേണ്ട പ്രോസസ്സ്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് അല്ലേ, അത് റിയാക്ട് ചെയ്യണം ആരുമായിട്ട്? അറ്റ്മോസ്ഫിയറിക് CO2 ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് Rubisco. ദാറ്റ് ഇസ് ആക്ച്വലി ഈ എൻസൈം ആണ് ബൈൻഡ് ചെയ്യുന്നത്. എന്താ ഫോം ചെയ്യേണ്ടത്? 2 molecules of 3 carbon compound, that is phosphoglyceric acid. ഇതാണ് എന്ത്? C3 സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, കാർബോക്സിലേഷൻ. ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സൈക്കിൾ നടക്കും, ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ CO2നോട് തന്നെ ബൈൻഡ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ അല്ലേ. Then see what happens when this Rubisco bind with the O2. ഇനി O2 നോടാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ എന്താ പ്രശ്നം നോക്കാം. റിബുലോസ് ബൈഫോസ്ഫേറ്റ് അല്ലെ, ബിസ്ഫോസ്ഫേറ്റ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് Rubisco എൻസൈം ബൈൻഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ നമുക്ക് ഒരു ഫോസ്ഫോഗ്ലിസറിക് ആസിഡേ കിട്ടുള്ളൂ. അവിടെ 2 എണ്ണം കിട്ടേണ്ട സ്ഥാനത്ത് ഒരെണ്ണേ കിട്ടുള്ളൂ. 1 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പ്ലസ് പിന്നെ കിട്ടുന്ന കാര്യത്തിൻ്റെ പേരാണിത് 1 ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. ഇതാണ് പുതിയ പ്രോഡക്റ്റ്. ഓക്കെ, ഈ ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ CO2നെ അങ്ങോട്ട് റിലീസ് ചെയ്യുക. പിന്നെ ഈ പ്രോസസ്സ് എന്താ, ഗ്ലൂക്കോസ് സിന്തസിസ് ഒന്നും നടക്കാത്ത വേറൊരു വഴിയിലോട്ടാണിത് പോവുക. അപ്പോൾ ആ എൻ്റയർ പ്രോസസ്സ് ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. വെൻ ഇറ്റ് ബൈൻഡ് വിത്ത് O2, ദ പ്രോഡക്റ്റ് ഈസ് 1 molecule of phosphoglyceric acid and 1 molecule of phosphoglycolate. Then our remaining process, that is Calvin cycle, cannot perform. Okay, Calvin cycle അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഗ്ലൂക്കോസ് സിന്തസിസ് ഓർ ATP സിന്തസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. So this photorespiration is considered as a wasteful process and it is otherwise called C2 cycle. അപ്പോൾ ഈ ഫോസ്ഫോഗ്ലൈക്കലേറ്റ് എന്ന് പറയുന്ന ആൾ ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്, അതുകൊണ്ടാണ് C2 സൈക്കിൾ എന്ന് പേര് വരാൻ കാരണം. പക്ഷേ ഇയാൾ എങ്ങനെയാണ്? ഇതെന്താണ്? 3 കാർബൺ കോമ്പൗണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, the next, the last heading ആണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഹെഡിങ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ട്രാൻസ്പിരേഷൻ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു, അതുപോലെ ഫോട്ടോസിന്തസിസിൻ്റെ ഫാക്ടേഴ്സ്. ആൻഡ് ഹിയർ ഓൾസോ ദ ഫാക്ടേഴ്സ് ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 categories. First one is called internal factors and the second is called external factors. Okay, internal factors എന്തായിരിക്കും? പ്ലാന്റിന് തന്നെ കാണുന്ന, പ്ലാന്റിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് സ്വന്തമായിട്ടൊക്കെയുള്ള ക്യാരക്ടേഴ്സാണ് internal factors. For example, the number, size, age and orientation of leaves. Okay, അപ്പം ഓരോ പ്ലാന്റ്സിലും നമ്പർ ഓഫ് ലീവ്സ്,
ഓർ ലീഫിൻ്റെ ഏജ്, സൈസ്, അത് ഓറിയൻറ്റേഷൻ, അറേഞ്ച്മെൻറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഫോട്ടോസിന്തസിസ് റേറ്റിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് മീസോഫിൽ സെൽസ് പ്രസൻറ്റ് ഇൻ ലീവ്സ് ആൻഡ് എമൗണ്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഓക്കെ, അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഇസ് ഇൻറ്റേർണൽ CO2 കോൺസെൻട്രേഷൻ. CO2 പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ എമൗണ്ട് എഫക്റ്റ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് എസ്പെഷ്യലി ഫൗണ്ട് ഇൻ കേസ് ഓഫ് പ്ലാന്റ് ഇറ്റ് സെൽഫ് അല്ലേ. സോ ദേ ആർ കോൾഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ദ നെക്സ്റ്റ് ഇസ് എക്സ്റ്റേർണൽ ഫാക്ടർ. അപ്പോൾ പുറത്തു നിന്നുള്ള ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഓർ ഫസ്റ്റ് വൺ എക്സ്റ്റേർണൽ ഫാക്ടറിലെ ഫസ്റ്റ് വൺ ആണ് ലൈറ്റ്. ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ലൈറ്റ് ആണ്. ദെൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡ്യൂറേഷൻ എഫക്റ്റ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ആൻഡ് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓവർ ആണെങ്കിൽ ഇറ്റ് വിൽ കോസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ തന്നെ നശിച്ചു പോകും. അപ്പം തീരെ കുറയാനും പാടില്ല, ഒരുപാട് കൂടാനും പാടില്ല. ദാറ്റ് ഈസ് ലൈറ്റ് ഈസ് ആക്ട് ആസ് എ ലിമിറ്റിംഗ് ഫാക്ടർ അല്ല, ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. ആ ഒരു ലിമിറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കിട്ടേണ്ടത്. ദെൻ സെക്കൻഡ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ എക്സ്റ്റേണൽ ആയിട്ടുള്ളത് പറയാണ്. നോർമലി കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പ്രസൻറ്റ് വെരി ലോ എമൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് അബൌട്ട് 0.03 to 0.04% ആണ് കാണുന്നത്. ആൻഡ് ഇഫ് ദിസ് എമൗണ്ട് ഇൻക്രീസസ് അപ് ടു 0.05, ഒരു സ്ലൈറ്റ് ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേറ്റ് ഇൻക്രീസ് ചെയ്യണം. ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു കുറച്ച് കൂടിക്കഴിഞ്ഞാൽ. ഇനി ഹൈ CO2 പിന്നെ ഹൈ ആയിട്ട് കൂടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക, ഇറ്റ് ഡാമേജ് ദ പ്ലാന്റിനെ തന്നെ ഡാമേജ് ചെയ്യും. സോ CO2 ഓൾസോ എങ്ങനെയാണ്, ലിമിറ്റഡ് എമൗണ്ടിലാണ് വേണ്ടത്. തീരെ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വേയിലാണ്. ഡയറക്റ്റ് പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യാതെ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്, ഇറ്റ് എഫക്റ്റ് എൻസൈം ആക്ടിവിറ്റി ഓഫ് ദ പ്ലാന്റ്. ദാറ്റ് ഈസ് എസ്പെഷ്യലി എൻസൈം ആക്ടിവിറ്റി ഇൻ ഡാർക്ക് റിയാക്ഷൻ അല്ലേ. എൻസൈം ആവശ്യമുള്ളത് ഡാർക്ക് റിയാക്ഷനിലാണ്, ലൈറ്റ് റിയാക്ഷനേക്കാളും. നമ്മൾ അവിടെയാണ് റൂബിസ്കോ അല്ലേ, അതേപോലെ POP കാർബോക്സിലേസ് എന്നൊക്കെ പറയുന്ന കുറേ എൻസൈമിനെ പഠിക്കുന്ന ഡാർക്ക് റിയാക്ഷനിലാണ്. സോ ദിസ് ടെമ്പറേച്ചർ എഫക്റ്റ് എൻസൈം ആക്ടിവിറ്റി ഓഫ് ഡാർക്ക് റിയാക്ഷൻ. അപ്പോൾ എൻസൈംസ് ആക്റ്റീവ് അല്ലാതിരുന്നാൽ ബാക്കിയുള്ള പ്രോസസ്സ് നടക്കാതെ പോകും. സോ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻസൈം ആക്റ്റീവായി നിൽക്കുള്ളൂ. ആൻഡ് വി നോ ഇൻ കേസ് ഓഫ് C3 plant it cannot tolerate high temperature but C4 plants have the capacity to tolerate high temperature. അപ്പോൾ C3 പ്ലാന്റ്സിലൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രോബ്ലം എഫക്റ്റ് ചെയ്യും. The next is about the water. Last factor, water. If there is a water stress, വാട്ടറിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക, സ്റ്റൊമാറ്റ റിമൈൻ ക്ലോസ്ഡ്. സ്റ്റൊമാറ്റ അടഞ്ഞു പോകും. വാട്ടർ ഇല്ലെങ്കിൽ ചെടിയിലെ സ്റ്റൊമാറ്റോ ഒക്കെ അടഞ്ഞു പോകും, ക്ലോസ് ആയി പോകും. സ്റ്റൊമാറ്റ ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം, ടു റെഡ്യൂസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് അവൈലബിലിറ്റി. കാർബൺ ഡൈ ഓക്സൈഡ് കനോട്ട് എൻറ്റർ ഇൻ ടു ദ ലീഫ് അല്ലെ, ലീഫിനുള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ കഴിയില്ല. സ്റ്റൊമാറ്റ ഇസ് ക്ലോസ്ഡ്. ദെൻ ലീഫ് വിൽട്ട്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങി ചുരുണ്ടു പോകും. സോ ഇറ്റ് റെഡ്യൂസസ് സർഫസ് ഏരിയ ഫോർ മെറ്റബോളിക് ആക്ടിവിറ്റി. അപ്പോൾ ലീഫിന് ബാക്കി പ്രോസസ്സൊക്കെ നടത്താനുള്ള ഏരിയ തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ ഇത്രയാണ് എന്ത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. സോ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇത് വെരി സിമ്പിളാണ്. ഹെഡിങ് പഠിക്കുക, പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാവുന്നേ ഉള്ളൂ. Hello friends, in this video we discussed C3 cycle, C4 cycle, C2 cycle and the factors affecting photosynthesis. And I hope you all got the concept clearly. So please don't forget to like, share and subscribe this channel. Let's find a food today. See you in our next class.